അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലിഹി വബഅദ. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മുടെ റംസാൻ ക്വിസ് സീസൺ 7 പൂർത്തിയായി. എല്ലാ ആളുകളും വളരെ ഭംഗിയായി തന്നെ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്തു. അതൊക്കെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബ് കുഞ്ഞുളിയ. ഈ ക്രോഡീകരണം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമല്ല. ഏറ്റവും കൂടുതൽ ടാസ്ക് വേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് ക്രോഡീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ഖുർആൻ ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആരുടെ കാലത്താണ് ഖുർആൻ ക്രോഡീകരിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലാണ്, അല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ, അതിനു മുമ്പൊക്കെ ഖുർആനിൻ്റെ രൂപം എന്ന് പറയുന്നത് മരങ്ങളിലും പാറക്കെട്ടുകളിലും അതേപോലെ സ്വഹാബി വര്യന്മാരുടെ മനസ്സിലുമൊക്കെയായിരുന്നു ഖുർആൻ പ്രത്യേകമായി സൂക്ഷിച്ചു വച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഖലീഫ ഭരണകാലഘട്ടത്തിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ധാരാളം ആളുകളുടെ വഫാത്തും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഖുർആൻ നശിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്ന സമയത്ത് അവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ഖുർആനെ ക്രോഡീകരിക്കുന്ന ഒരു പ്രവർത്തനം നിർവഹിച്ച മഹത് വ്യക്തിയാണ് നമ്മുടെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. അതുകൊണ്ട് ക്രോഡീകരണം എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പ്രത്യേകമായി ഷുഹൈബ് കുഞ്ഞുളിയെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. റസ്മു ഉസ്മാനി എന്ന് പറഞ്ഞ ഖുർആൻ പ്രതികളാണ് നമ്മുടെ മക്ക, മദീന ഒക്കെ കേന്ദ്രീകരിച്ച് ഗൾഫ് മേഖലകളിലൊക്കെ തന്നെയുള്ള ഖുർആൻ പ്രതികൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് പോലും വലിയ പുണ്യമുള്ള കാര്യമാണ്. ഖുർആനിൽ നാം ഓതുന്ന സമയത്ത് ഒരുപക്ഷെ തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് ആ ഒരു തെറ്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അഥവാ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ കേൾക്കുന്നതും അതിലേക്ക് നോക്കി നിൽക്കുന്നത് പോലും വലിയ മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്നു എന്നുള്ളതിലും അതിൻ്റെ ഭാഗവാക്കാവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിലും നമുക്ക് വളരെ അഭിമാനിക്കാം, സന്തോഷിക്കാം, അള്ളാഹുവിനെ സ്തുതിക്കാം. നാം ആരും മനഃപൂർവ്വമല്ല ഈ ഒരു പദ്ധതിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖലാ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് പല ആളുകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു പങ്കെടുക്കണമെന്ന്, പക്ഷേ സമയം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും പങ്കെടുക്കാൻ സാധിച്ചില്ല. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കതിനുള്ളൊരു ഖലാ ഇല്ലാത്തതുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് അങ്ങനെ വിധിയുള്ളത് കൊണ്ടാണ്. ഈ ഒരു കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ ഖുർആൻ കൊണ്ട് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ വർഷവും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം. റിസൾട്ട്